ജാസ്മിൻ ഇപ്പോൾ ആ ഹൗസിൽ എല്ലാവരോടും ഓടി നടന്ന് ഐ ലവ് യു പറയാണ്. ആൾ കളി തുടങ്ങി. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പുറത്തിറങ്ങിക്കഴിയുമ്പോൾ പറയണമല്ലോ, ഞാൻ ഗബ്രിയോട് മാത്രമല്ല ഐ ലവ് യു പറഞ്ഞത്, ഞാൻ ഋഷിയോട് പറഞ്ഞു, ഞാൻ റസ്മിനോട് പറഞ്ഞു, ഞാൻ ജിൻഡോപ്പനോട് പറഞ്ഞു. അങ്ങനെ പറഞ്ഞ് മെഴുകാൻ വേണ്ടിയിട്ടാണ് ഇന്നലെ ഋഷിയോട് ആ ജയിലിൽ കിടക്കുമ്പം നമ്മുടെ ജാസ്മിൻ പറയുകയാണ്, ഐ ലവ് യു ഋഷി, ഒരു ഐ ലവ് യു ടു എങ്കിലും പറ ഋഷി എന്ന് പറഞ്ഞിട്ടുള്ള പരിപാടി. ഈ നാടകമെല്ലാം കണ്ട് നമ്മൾ വിശ്വസിക്കണം. ജാസ്മിൻ്റെ ബുദ്ധി വിമാനം തന്നെ. ഇനിയിപ്പോൾ ഏതായാലും പുറത്തിറങ്ങിയിട്ട് ആളുകൾ ചോദിക്കാൻ തുടങ്ങുമല്ലോ, നിങ്ങൾ ഗബ്രിയുമായിട്ട് ലൈൻ അല്ലായിരുന്നോ, നിങ്ങൾ ഐ ലവ് യു പറയുന്നുണ്ടായിരുന്നല്ലോ, ഐ ലവ് യു ടു പറയുന്നുണ്ടായിരുന്നല്ലോ എന്ന് ചോദിക്കുന്നതിന് മുമ്പ്, ഒരു മുഴം മുമ്പേ ചങ്ങായി കളി തുടങ്ങി. ഇങ്ങനെ കുത്തിയിരുന്ന് ആലോചിക്കുന്നതെല്ലാം ഇങ്ങനെയുള്ള ഓരോ കുരുട്ടുബുദ്ധിയാണെന്നുള്ളത് നമുക്കിപ്പോഴാണ് മനസ്സിലാവുന്നത്. ഏതായാലും പുറത്തിറങ്ങിക്കഴിയുമ്പം ശരിക്കും ഒന്ന് ന്യായീകരിക്കേണ്ടതല്ലേ. അപ്പോൾ ഇതേപോലെയുള്ള തക്കിട തെരികിട പരിപാടികളൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിലേ കാര്യമുള്ളൂ. എന്തായാലും 50 ദിവസത്തോടടുത്തല്ലോ, അധികം താമസിക്കാണ്ട് പുറത്ത് പോവുകയും ചെയ്യും. അതായത് 50 ദിവസം കഴിഞ്ഞാൽ 100 ദിവസം കഴിഞ്ഞിട്ടാണെങ്കിലും പുറത്തിറങ്ങി കഴിയുമ്പം ആളുകളുടെ മുമ്പിൽ പിടിച്ച് നിൽക്കേണ്ട മോനെ. അപ്പോൾ ഇനി ഒരുപാട് ഐ ലവ് യുകൾ നമ്മൾ കാണേണ്ടിയും കേൾക്കേണ്ടിയൊക്കെ വരും. വെയിറ്റ് ചെയ്യാം അല്ലേ.